ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വേസ്റ്റ് തുണിയും കൊണ്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കണ വീഡിയോ ആണ്. അത് നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടും ചെയ്തെടുക്കാം, പുറത്തേക്ക് നമുക്ക് സെല്ല് ചെയ്യാനും പറ്റും. ഇത് പുറത്തേക്ക് സെല്ല് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് വൃത്തിക്കൊക്കെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഞാനിത് മോൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. പഴയൊരു വെൽവെറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അതുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഈ ഫ്ലവർ വെൽവെറ്റ് കൊണ്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം അത് അപ്പോഴുള്ള ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക. ബാക്കിയുള്ള തുണികൾ കൊണ്ടൊന്നും അത്രക്ക് വൃത്തിയിൽ വരണം തോന്നില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ബാക്കിയുള്ള തുണി കൊണ്ട്, വെൽവെറ്റിലാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. വേസ്റ്റ് തുണി മതി, നമുക്ക് കുറച്ച് പീസുകൾ മാത്രം മതി. ഇതിൻ്റെ തന്നെ 9 പീസുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ മടക്കി കഴിഞ്ഞിട്ട് റണ്ണിങ് സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കണം. അടുപ്പിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. നമ്മളിതൊന്ന് പുറം മറിക്കുമ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വൃത്തിയായിട്ട് തോന്നൂല. അപ്പോൾ അതുകൊണ്ട് അടുപ്പിച്ചിട്ട് തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ നോക്കുക. ഞാൻ ചെയ്തതിലും കൂടുതലും അടുപ്പിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ കുറച്ച് ഒരു ഇതായിട്ടുണ്ട്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പേന ഉപയോഗിച്ചിട്ടാണ് പുറം മറിച്ചിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വേണമെങ്കിലും നമ്മളെ ഇഷ്ടം പോലെ അത് പുറം മറിച്ചിടാം. ഇങ്ങനെ 9 പീസാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത്. എന്നിട്ട് നമ്മളത് എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റർ വെച്ചിട്ട് അങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം എല്ലാവരും ചെയ്ത് കൊടുക്കുമ്പോൾ. അങ്ങനെ 9 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് സൂചി നൂല് കൊടുത്തിട്ട് ഒപ്പം കോർക്കാണ് വേണ്ടത്. ഒരു നൂലിൽ തന്നെ എല്ലാം ഒരുപോലെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ കോർത്ത് വെക്കുക. 9 ഇതുപോലെ കോർത്ത് വെച്ചതിന് ശേഷം കെട്ടിടാണ് വേണ്ടത്. കെട്ടിടുമ്പോൾ ഒന്നുകൂടി ശരിക്കും നല്ല വൃത്തിയിൽ കെട്ടിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെ 9 എണ്ണം ഈ നൂലിൽ കോർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കെട്ടിടുമ്പോൾ ഒന്നും കൂടി അടുപ്പിച്ചിട്ട് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ. എൻ്റെ ഒന്ന് കുറച്ച് ലൂസായി പോയി, ഒന്നും കൂടി കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി വൃത്തിയിൽ കിട്ടും. എൻ്റെ ചെറുത് ലൂസായി പോയെങ്കിൽ ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബാക്കിയുള്ള നൂല് കട്ട് ചെയ്തതിന് ശേഷം അവസാനം വരുന്നതാണ് ഇങ്ങനെ. അതിൻ്റെ ഉള്ളിൽ ഞാൻ നമുക്ക് നടുവിൽ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുറച്ച് കുന്തൻ സ്റ്റോണുകൾ ഉണ്ടായിരുന്നു, അതാണ് വെച്ച് കൊടുത്തിട്ട് നോക്കിയത്. എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കുക. അത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലുള്ള നല്ലത് വാങ്ങിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ഭംഗി ഉണ്ടാവും. ഞാൻ കുന്തൻ സ്റ്റോൺ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ ക്ലിപ്പാണ് വെച്ച് കൊടുക്കുന്നത്. പഴയൊരു ക്ലിപ്പായിരുന്നു, അത് ഞാൻ അതിൽ മേലെ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഈ പശ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം പിടിക്കും ഓട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പെട്ടെന്ന് ധൃതിയിൽ ചെയ്തപ്പോൾ ചെറിയായിട്ട് മിസ്റ്റേക്കൊക്കെ വന്നിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. പെട്ടെന്ന് വെച്ചപ്പോൾ കുന്തൻ സ്റ്റോൺ ഒന്ന് ഇളകി പോരുകയൊക്കെ ചെയ്തു. ഞാൻ പിന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ചെറിയ സ്റ്റോണും ഉണ്ടായിരുന്നു, കുന്തൻ സ്റ്റോണ്. ഞാനിതുപോലെ വെച്ച് ഒന്നുകൂടി ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കുന്നത് മോള് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൾ എക്സാമിന് പോയി വന്നപ്പോൾ ഇത് കണ്ടു. എന്നിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായി. അവൾ മുടിയിൽ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു എനിക്ക് നല്ല ഇഷ്ടമായി, ഇത് ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞു. അവൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതെന്ന് അവൾക്കറിയില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.